So we can start. Our first module is organic chemistry, some basic concepts. Organic chemistry, it is a very interesting branch of chemistry. വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി പലരും ഇങ്ങനെ ഒരു കുറച്ച് പേടിയോട് കൂടിയാണ് പഠിക്കുക, പെട്ടെന്ന് മറന്നു പോകും മിസ്സേ എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ലൈഫ് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഇഷ്ടത്തോടു കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, നമ്മൾ ഒട്ടും മറന്നു പോവില്ല. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ പഠിക്കുമ്പോൾ അത് എഴുതി പഠിക്കുക തന്നെ വേണം. കുറേ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും, അതെല്ലാം എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാം. ഓക്കെ, ദെൻ നിങ്ങളുടെ സിലബസിൽ ഫസ്റ്റ് തന്നെ ഹോമോലിറ്റിക് ക്ലീവേജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്ക് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, എങ്ങനെയൊക്കെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കോമ്പൗണ്ട്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ സിലബസിലോട്ട് പോകാം. സോ ഫസ്റ്റ് വി ക്യാൻ ഡീൽ വിത്ത് ദ ഇൻട്രൊഡക്ഷൻ, ഒറിജിൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. In the beginning of 18th century, അപ്പോൾ പണ്ടൊക്കെ the scientists believed that organic compounds can be originated only from living things. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് മാത്രമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലിവിങ് തിങ്സ് ആണ്. ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ദെയർ ഒറിജിൻ ഈസ് നോൺ ലിവിങ് തിങ്സ് ലൈക്ക് റോക്സ് ആൻഡ് മിനറൽസ് എന്നാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഒരു ലിവിങ് തിങ്സ് എന്ന് മാത്രം അതൊന്നും ഉണ്ടാക്കുന്നത് കൊണ്ട് ദേ ബിലീവ് ദാറ്റ് ദർ ഇസ് എ നീഡ് ഓഫ് എ വൈറ്റൽ ഫോഴ്സ് ഈസ് നെസസറി ഫോർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. സോ ഒരു വൈറ്റൽ ഫോഴ്സ് തിയറി തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതായിരുന്നു ഒറിജിൻ. നമുക്ക് പറ്റില്ല, ഒരിക്കലും അത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നത്. ലേറ്റർ ഇൻ 1828 ഫ്രെഡറിക് വോളർ, അദ്ദേഹം ഒരു ജർമ്മൻ കെമിസ്റ്റ് ആയിരുന്നു. ഹി പ്രിപ്പയർഡ് യൂറിയ ഈസ് NH2CONH2. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് യൂറിയ. ആൻഡ് ഹി പ്രിപ്പയർഡ് യൂറിയ ഫ്രം അമോണിയം സയനേറ്റ് ഈസ് NH4CNO. അമോണിയം സയനേറ്റ് അദ്ദേഹം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തു, ദറ്റ് കൺവേർട്ടഡ് ഇൻ ടു NH2CONH2. So he prepared an organic compounds. So this preparation shakes the foundation of vital force theory. So this one is regarded as the first laboratory preparation of an organic compound. And you know this ammonium cyanate, it is an inorganic compounds. ഇതൊരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ് ആൻഡ് ബി പ്രിപ്പയർഡ് ഓർഗാനിക്. സോ ഒരു ലിവിങ് തിങ്ങിൽ നിന്നല്ല, അല്ലാതെ നമ്മളൊരു നോൺ ലിവിങ് ആയ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലേ. സോ ദാറ്റ് ഷേക്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വൈറ്റൽ ഫോഴ്സ് തിയറി. ലേറ്റർ മോർ ഡെവലപ്മെൻറ്റ്സ് ഒക്കേർഡ് ഇൻ ദിസ് ഏരിയ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ history of organic compounds. Now we want to study what is mean by organic compounds. Organic compounds എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നതാണ് they are the compounds of carbon, the study of compounds of carbon എന്ന് പറയും. Okay, of course organic compounds contain carbon. എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിലും മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. സോ ഇറ്റ് ഈസ് കാർബൺ കോമ്പൗണ്ട് തന്നെയാണ്. ബട്ട് all carbon compounds cannot be regarded as organic compounds. For example, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്സ്, ദെൻ മെറ്റൽ കാർബണേറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, അങ്ങനെയുള്ള കാർബണേറ്റ്സ്, ഇവയെല്ലാം ഇനോർഗാനിക് മെറ്റീരിയൽസ് ആണ് ആൻഡ് ദേ ആർ നോട്ട് ഓർഗാനിക്. സോ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ നോട്ട് കാർബൺ കോമ്പൗണ്ട്സ്, but they contain carbon as the main element. So how we can define organic compounds? Organic compounds are ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. അങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഹൈഡ്രോകാർബൺസിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ ഓർഗാനിക് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ. ഓക്കെ, സോ നമ്മൾ എന്താ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പഠിച്ചു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി? വൈ ദർ ഇസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി? എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മളുടെ സറൗണ്ടിങ്സ് ഒന്ന് നോക്കിയാൽ മതി. വി ക്യാൻ റിയലൈസ് ദ എഫക്റ്റ്.
ദാറ്റ് മീൻസ് നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ്, ഇപ്പോൾ ടീച്ചർ എഴുതുന്ന പേന, ഈ ബുക്ക്, ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, നമ്മൾ ഫുഡ്, ഫ്യൂവൽസ്, കോസ്മെറ്റിക്സ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ചുറ്റുപാടും ദാറ്റ് കണ്ടെയ്ൻസ് മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇപ്പോൾ പ്ലാന്റ്സിലുള്ള സെല്ലുലോസ് അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമ്മുടെ ടിഷ്യൂസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, DNA, RNA, ഈ പറയുന്നതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ആൻഡ് യു നോ ദർ ആർ മില്യൺസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. വളരെയധികം ഓർഗാനിക് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡേ ബൈ ഡേ ദ ന്യൂ വൺസ് ആർ ജനറേറ്റിംഗ് ഇൻ മെനി ലബോറട്ടറീസ്. ഓരോ ലബോറട്ടറീസിലും പുതിയ പുതിയ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇത്രയും നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു മേക്ക് ദ സ്റ്റഡി ഈസി വി ഹാവ് എ ന്യൂ ബ്രാഞ്ച് കോൾഡ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ അതിൻ്റെ സ്റ്റഡിയൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയൊരു ബ്രാഞ്ച് തന്നെ, ദാറ്റ് ഈസ് ഓർഗാനിക് കെമിസ്ട്രി. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡേ ബൈ ഡേ ലൈഫിൽ വി ആർ മെറ്റ് വിത്ത് വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. സോ വി വാണ്ട് ടു ലേൺ അബൌട്ട് them. That is the importance of organic chemistry. Now we learned that the organic compounds that contain carbon as the main element. Carbon is the main element in organic compounds. So why this carbon can form these enormous number of organic compounds? So if we want to study the uniqueness of the unique properties of carbon. പുള്ളിക്കാരന് കുറച്ചൊരു മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ യുണീക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് കാർബൺ ക്യാൻ ജോയിൻ വിത്ത് അതർ കാർബൺ ആറ്റംസ് through covalent bond and can form chains of carbon atoms. ഇങ്ങനെ ചെയിനായിട്ട് ഒരു കാർബൺ അടുത്ത കാർബണുമായിട്ട് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി കാറ്റിനേഷൻ പ്രോപ്പർട്ടി. കാറ്റിനേഷൻ. So we are discussing about the unique properties of carbon, and the first property, that is catenation. Carbon can form long chains of carbon atoms. ഒരു കാർബണിനെ അടുത്ത കാർബണായിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. ഇവിടെ 2 ഇലക്ട്രോൺ ആണ് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നത്. ദെൻ അനദർ കാർബൺ ആറ്റം, അങ്ങനെ ഇങ്ങനെ ലോങ് ചെയിൻ ഫോം ചെയ്യാൻ പറ്റും. ചെയിനിൻ്റെ ഇടയിൽ ബ്രാഞ്ച് ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഫോം സം റിംഗ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് സൈക്ലിക് റിംഗ്സ് ഓഫ് വേരിയസ് സൈസ് ക്യാൻ ഫോം. So this property is termed as catenation. So it is the tendency of an element to form bonds between its own atoms. ഒരു ആറ്റത്തിന് തന്നെ അതേ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യാൻ, ടു ഫോം ബോൺസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഓൺ ആറ്റം, ടു ഫോം ലോങ് ചെയിൻസ് ഓർ റിംഗ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ഈസ് കോൾഡ് ആസ് catenation. I repeat, the tendency of an element to form bonds between its own atoms to form chains of indefinite length or rings is known as catenation. ഒരു ആറ്റത്തിന് അതിൻ്റെ തന്നെ മറ്റു ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ചെയിനോ റിങ്ങോ ഒക്കെ ആവാനുള്ള ആ കപ്പാസിറ്റി, ആ ടെൻഡൻസിയെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ വലിയ ചെയിൻസ് എത്ര വേണമെങ്കിലും ഈ ചെയിൻസിന് ലെങ്ത്ത് വരാം. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഫസ്റ്റ് മെമ്പർ മീഥെയ്ൻ, CH4. ഇതാണ് ഈ ഫാമിലിയിലുള്ള ഏറ്റവും കുഞ്ഞൻ മീഥെയ്ൻ. ടു DNA വരെ ഫോം ചെയ്യാം. DNA മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഒരു തൗസൻഡ്സ് ലാക്സ് ഓഫ് കാർബൺ ആറ്റംസ് ഒക്കെ ഉണ്ട് DNA വരുന്നത്. അപ്പോൾ ചെറിയ ഒരാൾ മുതൽ വലിയ ലെങ്തി ആയിട്ടുള്ള കാർബൺ ചെയിൻസോ റിങ്സൊക്കെ ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നോക്കൂ, ഇത് ഒറ്റ കാർബൺ ആകുമ്പോൾ ഒരു കോമ്പൗണ്ട്, 2 ആകുമ്പോൾ 2 കോമ്പൗണ്ട്, 3 ആകുമ്പോൾ വേറെ കോമ്പൗണ്ട്, 4 ആകുമ്പോൾ ഇങ്ങനെ ചെയിനായിട്ട് നിൽക്കാം, വേണമെങ്കിൽ ബ്രാഞ്ച് ആവാം. അങ്ങനെ ഇനോമസ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ പോസിബിൾ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഇസ് കാറ്റിനേഷൻ, ലീഡ്സ് ടു ദി ഇനോമസ് നമ്പർ of compounds. And another property is it can form bonds with hydrogen. Carbon can form bonds with hydrogen, oxygen, nitrogen, sulfur and halides.
ക്ലോറിൻ, ബ്രോമിൻ, ഹാലജൻ കോമ്പൗണ്ട്സ് ഇല്ലേ, ഹാലജൻസ് ആയിട്ടും റിയാക്ട് ചെയ്യാം. സോ കാർബൺ ക്യാൻ കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്. അപ്പോൾ കാർബണിന് സ്വയം കമ്പൈൻ ചെയ്യാനും പറ്റും. ദാറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ്. ഇത്തരം എലമെൻറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ്. സോ many number of compounds. So that is the second property that leads to the development of enormous number of organic compounds. And the next reason for existence of these millions of organic compounds is isomerism. Isomerism നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ്? Compounds having same molecular formula but different structural formula, and the property is termed as isomerism. For example, ഒരാളെ നോക്കിക്കോളൂ. CH3, CH2, CH2, CH3. ഇയാളുടെ പേര് ബ്യൂട്ടൈൻ എന്നാണ്. ഓക്കെ, ഒരു ആൽക്കൈനാണ്. 4 കാർബൺ ഉള്ള ആളെ നമ്മൾ ബ്യൂട്ടൈൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ എൻഡിൽ കിടക്കുന്ന കാർബൺ CH3 പറയാൻ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് വിചാരിച്ചു. ഓക്കെ, CH3, CH, CH3 both having same molecular formula. 2 പേർക്കും മോളിക്കുലർ ഫോർമുല C4H10 ആണ്. ഇയാളുടെയും C4H10 ആണ്. ഓക്കെ, ബട്ട് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. ഇദ്ദേഹം 2-methyl propane ആണ്. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ വ്യത്യാസമുണ്ട് അല്ലേ? അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സിനും മിക്കവാറും എണ്ണം എന്ത് ചെയ്യുന്നു? ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കി നോക്കൂ, ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു millions of organic compounds. So these are the unique properties of carbon, like catenation. മനസ്സിലായില്ലേ? അതേപോലെയുള്ള ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ചെയിനും റിങ്ങൊക്കെ ആവാൻ. വേറെ ആൾക്കാർക്കും ഉണ്ട് കാറ്റനേഷൻ. സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, ദീസ് എലമെൻറ്റ്സ് ഓൾസോ എക്സിബിറ്റ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. പക്ഷേ ഇവരുടെ കാറ്റനേഷൻ ഇത്രത്തോളം വരില്ല. കാർബണിൻ്റെ അത്രത്തോളം കാറ്റനേഷൻ എഫിഷ്യൻസി ഇല്ല ഇവർക്ക്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ദാറ്റ് കാർബൺ ക്യാൻ കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. അപ്പോൾ ഓരോന്നും ഓരോരോ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും. ദെൻ ദ ലാസ്റ്റ് വൺ ഐസോമറിസം. ഇറ്റ് വിൽ എക്സിബിറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദി ഇനോർമസ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദെൻ വേറൊരു പ്രോപ്പർട്ടി കൂടി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോൺഡ്സ്. കാർബൺ ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോൺഡ്സ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട് കാർബണിന്. ഫോർ എക്സാമ്പിൾ, കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോൺഡ്സ്, ഇറ്റ് ക്യാൻ ഫോം ഡബിൾ ബോണ്ട്, ഇറ്റ് ക്യാൻ ഫോം ട്രിപ്പിൾ ബോണ്ട്. സോ ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് വ്യത്യാസമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല +2 ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ്. സോ ദെയർ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ്. സോ ഇങ്ങനൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട് കാർബണിന്. മറ്റു കാർബണുമായിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഇനോർമസ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ ഇത്തരം റീസൺസ് ഒക്കെ the unique properties of carbon ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. Next is classification of organic compounds. Organic compounds are mainly classified into 2 categories. They are open chain compounds. Open chain compounds, open ആയിട്ടുള്ളവർ. ഓക്കെ, ആൻഡ് ദി ബി ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് ആയിട്ടുള്ളത്, ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. Mainly they are classified into open chain and closed chain compounds. So first we want to deal with the open chain compounds. Open chain compounds, or they are also termed as acyclic compounds. അതായത് സൈക്കിൾ അല്ലാത്തവർ, ഇങ്ങനെ ചെയിനായി കിടക്കുന്നവരെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ഓർ അസൈക്ലിക് കോമ്പൗണ്ട്സ്. ദേ എക്സിസ്റ്റ് ഇൻ ചെയിൻ ഫോം, ചെയിനായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് മെമ്പർ നമുക്ക് എഴുതാം, ഇതാണ് അല്ലേ? നോക്കൂ, മീത്തേൻ. കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 വാലൻസി വേണം. കാർബൺ എന്ന് പറയുന്നത് ടെട്രാ വാലൻ്റ് ആണ്, 4 വാലൻസി ആണുള്ളത്. നമുക്കറിയാം കാർബണിൽ ടോട്ടൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെ എഴുതുക, 1s2, 2s2, 2p2. അപ്പോൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2s-ഉം 2p ആണ്. സോ ദാറ്റ് കാർബൺ കണ്ടെയ്നിങ് 4 വാലൻസ് ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസ് 4 ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഒക്ടറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. സോ ദാറ്റ് നീഡ് 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? അപ്പോഴാണ് ആ കാർബൺ ഹൈഡ്രജനോട് വരാൻ പറയും. ഹൈഡ്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്, 1 ഇലക്ട്രോണേ ഉള്ളൂ. ഹൈഡ്രജന് ഒരാളെ കിട്ടിയ സന്തോഷമാവും. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും തമ്മിൽ കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. കോവാലൻ ബോണ്ട് മീൻസ് ഷെയറിങ് ഓഫ്
ഇലക്ട്രോൺസ് ഇവിടെ. അപ്പോൾ ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. ഇത് ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെയാണ്, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെയാണ്. വൺസ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് ഇയാളുടെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 2 ഇലക്ട്രോൺസും ഇവർക്ക് 2 പേർക്കും സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെയും 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. അപ്പോൾ സോ ഒക്ടറ്റ് ഈസ് കംപ്ലീറ്റഡ്. അതാണ് മീത്തേൻ ഗ്രൂപ്പ്. ദെൻ ഇന്ന് നേരെ നെക്സ്റ്റ് മെമ്പർ, ഇതിൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആൾ, ഇവിടെ ഒരു ഹൈഡ്രജനെ മാറ്റി നമ്മൾ വേറൊരു കാർബണിനെ കൊണ്ടുവന്നു. സോ ദിസ് ഈസ് ഈത്തൈൻ. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയിൻ ആയി കിടക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസൈക്ലിക് കോമ്പൗണ്ട്സ്. ദെൻ ഇതിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോർമുല എന്നാ പറയുക. അപ്പോൾ നമുക്ക് ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുലയ്ക്ക് എഴുതാം. CH4 എന്ന് എഴുതിയ അണ്ടർസ്റ്റുഡ് ആണ് കാർബൺ സറൗണ്ടഡ് ബൈ 4 ഹൈഡ്രജൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, CH3 എന്ന് എഴുതാം. സോ നെക്സ്റ്റ് മെമ്പർ CH3, CH2, CH3. സോ ഇത് ആൽക്കെയിൻ ഫാമിലിയാണ്. ഇങ്ങനെ ഇതാണ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ഇതെല്ലാം സ്ട്രെയിറ്റ് ചെയിൻ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി നോക്കൂ, ഇതിലൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു OH കൊണ്ടുവരിക വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, CH3, CH2, ഒരു H മാറ്റിയിട്ട് അവിടെ OH കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ കാർബണിനും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ. സോ ദിസ് വിൽ ലീഡ്സ് ടു അനദർ കാറ്റഗറി, ആൽക്കഹോൾ ഫാമിലി എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ഇനോമസ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ആർ പോസിബിൾ, ദാറ്റ് ഈസ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഇങ്ങനെ സൈക്കിൾ അല്ലാതെ ചെയിൻ ടൈപ്പ് കിടക്കുന്നവരെ നമുക്ക് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് തന്നെ 2 തരത്തിലുണ്ട്, സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് ബ്രാഞ്ച്ഡ് ചെയിൻ. Open chain compounds are also classified into 2 categories, straight chain and branched chain. Straight chain എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയിൻ ആയിട്ട് കിടക്കുന്നു. ഫോർ എക്സാമ്പിൾ CH3, CS2, CS2, CS3. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബ്യൂട്ടൈൻ. ബ്രാഞ്ച്ഡ് ചെയിൻ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് സം ബ്രാഞ്ചസ്, CH3, CS3. നോക്കൂ, ഇങ്ങനെ ബ്രാഞ്ച്. അപ്പോൾ ഓപ്പൺ ചെയിൻ, ഇവരെല്ലാം ഓപ്പൺ ചെയിൻ ആണ്, അല്ലെങ്കിൽ അസൈക്ലിക് ആണ്, സൈക്ലിക് അല്ല. അപ്പോൾ ദാറ്റ് ക്യാൻ ബി സ്ട്രെയിറ്റ് ചെയിൻ. ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ളത് ആയിരിക്കാം, ഇവർക്ക് ബ്രാഞ്ച് ഒന്നുമില്ല. അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ആവാം, ദാറ്റ് മീൻസ് ദാറ്റ് കണ്ടെയ്ൻ സം ബ്രാഞ്ചസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്, ആൽക്കഹോൾ, അമീൻ, ആൽക്കീൻ. എവിടെ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീൻ ഫാമിലി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതാം. അങ്ങനെ there are different open chain compounds that are also termed as acyclic compounds. ഇതിനെ എക്സ്പാൻഡഡ് ഫോർമുല എന്ന് പറയും. ഇങ്ങനെ എഴുതുമ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും. ഇതിനെ നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം, C2H6 മോളിക്കുലർ ഫോർമുല ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് ബ്രാഞ്ച്ഡ് ചെയിൻ. സ്ട്രെയിറ്റ് ചെയിൻ മീൻസ് ഓൺലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ചെയിൻ ആയിരിക്കും. ബ്രാഞ്ച് ചെയിൻ മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് സം ബ്രാഞ്ചസ്. ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനെ നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് കൂടി പറയാറുണ്ട്. ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്, ബിക്കോസ് ഫാറ്റിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തത്. സോ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് കൂടി ഇവരെ പറയാറുണ്ട്. സോ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ഓർ സൈക്ലിക് കോമ്പൗണ്ട്സ്. സൈക്കിളായി എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു മോണോസൈക്ലിക്. ഒരൊറ്റ സൈക്കിളാണെങ്കിൽ മോണോസൈക്ലിക്. ഫോർ എക്സാമ്പിൾ ദിസ് വൺ ഒരൊറ്റ സൈക്കിളാണ്, ബെൻസീൻ എന്ന് പറയും. ഓക്കെ, ഓർ പോളിസൈക്ലിക് മോർ ദാൻ 1 റിങ്സ് ഉണ്ടായിരിക്കും. നാഫ്തലീൻ, ഇത് ബെൻസീൻ, ഇത് നാഫ്തലീൻ. 3 ഉള്ള ആളെ നമ്മൾ ആന്ത്രസീൻ എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ സൈക്ലിക് കോമ്പൗണ്ട്സ് മീൻസ് ദേ ഹാവിങ് എ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് മോണോസൈക്ലിക്, ഒറ്റ സൈക്കിളുകളായിരിക്കും. പോളിസൈക്ലിക് മീൻസ് മെനി സൈക്കിൾസ് ഉണ്ടായിരിക്കും. ആൻഡ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആർ mainly the not open chain, closed chain compounds are classified into homocyclic. അതിനെ പറയുന്ന പേരാണ് ഹോമോസൈക്ലിക് ഓർ കാർബോസൈക്ലിക് കോമ്പൗണ്ട്സ്. ദിസ് എന്താ സൈക്ലിക് കോമ്പൗണ്ട്സ് പറഞ്ഞാൽ സൈക്കിൾ സ്ട്രക്ചർ ആയിരിക്കും. ദാറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഹോമോസൈക്ലിക് ആൻഡ് ഹെറ്ററോസൈക്ലിക് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ഹോമോസൈക്ലിക്. ഹോമോസൈക്ലിക് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി കാർബൺ. ദാറ്റ് ഈസ് ദ റിംഗ് സ്ട്രക്ചർ കണ്ടെയ്ൻ ഓൺലി കാർബൺ. ആ റിങ്ങിൽ കാർബൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ മറ്റ് ആറ്റംസ് വരാം. ദാറ്റ് ദ റിംഗ് മസ്റ്റ് കണ്ടെയ്ൻ ഓൺലി carbon atoms. So such cycles are called as homocyclic compound.
Ring structure ആണ്. That ring is made up of only carbon atom and that again classified into alicyclic. ഈ ഹോമോസൈക്ലിക്കിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഹാലിസൈക്ലിക്. Alicyclic means consider this example: CS2, 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 CS2. This is cyclobutane. Okay, then വേറൊരാളുണ്ട്, ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. Okay, this is cyclopentane. എന്തുകൊണ്ടാണ് 5 കാർബൺ ഉണ്ട്, ഇത് 4 കാർബൺ. then cyclohexane. എന്തുകൊണ്ടാണ് ഇതിനെ ഹോമോസൈക്ലിക് എന്ന് പറയുന്നത്? എല്ലാം ആ സൈക്കിളിൽ മൊത്തം കാർബൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഹോമോസൈക്ലിക്. ദെൻ ആലിസൈക്ലിക് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ സെയിം ക്യാരക്ടേഴ്സ് ഓഫ് ആലിഫാറ്റിക്. നമ്മൾ ഓപ്പൺ ചെയിൻ പഠിച്ചില്ലേ, അവരുടെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവർക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവരെ ആലിസൈക്ലിക്. ആലിഫാറ്റിക് പ്രോപ്പർട്ടിയാണ്, ബട്ട് ദേ ആർ സൈക്കിൾ സ്ട്രക്ചർ, ദേ ഹാവ് സൈക്കിൾ സ്ട്രക്ചർ. So that's about alicyclic. They have the properties similar to aliphatic compounds. And these homocyclic compounds are again classified into aromatic, alicyclic and aromatic compounds. Aromatic means a particular type of compounds having particular properties. They usually contain alternate single and double bond. For example, benzene that contain alternate single and double bond, benzene എന്ന് പറയും. And they exhibit unusual stability. നല്ല സ്റ്റേബിൾ ആയിരിക്കും. യൂഷ്വലി സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള സിസ്റ്റംസ് ഒക്കെ അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ മീൻസ് സ്റ്റെബിലിറ്റി കുറവാണ്. ബട്ട് ബെൻസീൻ ഈസ് ഫൗണ്ട് ടു ബി ഹൈലി സ്റ്റേബിൾ ഈവൻ ദോ ഇറ്റ് ഹാവിങ് അൺസാച്ചുറേഷൻ ഡബിൾ ബോണ്ട്. ഓൾസോ ഈ യൂഷ്വലി ആലിഫാറ്റിക് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഉള്ളവർ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെല്ലാം അഡീഷൻ റിയാക്ഷൻസ് ആണ് തരാറില്ല. അഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബട്ട് ബെൻസീൻ ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ യൂഷ്വൽ അഡീഷൻ റിയാക്ഷന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് തരിക. അതൊക്കെ നമ്മളിനി പഠിക്കും. ഓക്കെ, സോ യൂഷ്വൽ നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സിനെ അപേക്ഷിച്ച് ദേ ഹാവ് സ്റ്റെബിലിറ്റി ആൻഡ് ദേ ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. And another important property is they exhibit aroma. Aroma means odor. അതുകൊണ്ടാണ് aromatic compounds എന്ന് പറയുന്നത്. Then ബെൻസീൻ്റെ ഹോമലോഗസിനെയാണ് നമ്മൾ aromatic compounds കൂടുതൽ പറയാറുള്ളത്. സോ ഇതിനെ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ദെൻ ബെൻസീൻ അല്ലാത്തവരും അരോമാറ്റിക് ആണ്, അത് നിങ്ങൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ നോൺ ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ സൈക്ലിക് ആണ്, ആൻഡ് ദേ കണ്ടെയ്ൻ ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ആൻഡ് ദേ ഹാവ് അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി. ബെൻസീൻ, ഇവിടെ ഒരു OH ഗ്രൂപ്പ് വന്ന് അതിനെ ഫിനോൾ എന്ന് പറയും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ നാഫ്തലീൻ, ആന്ത്രസീൻ, ഇവരെല്ലാം അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോമോസൈക്ലിക് ആണ്. ഹോമോസൈക്ലിക് എന്ന് വെച്ചാൽ ദാറ്റ് സൈക്കിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി കാർബൺ. അതിൻ്റെ പുറത്ത് വേറെ ഹെട്രോ ആറ്റം വരെ, ഇവിടെ ഓക്സിജൻ വന്നു ഹെട്രോ ആറ്റം, പക്ഷേ സൈക്കിളിൽ കാർബൺ മാത്രമേ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് 2 ടൈപ്സ് ആലിസൈക്ലിക് എന്ന് വെച്ചാൽ ഇങ്ങനെ അലിഫാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് സൈക്കിൾ ആണെങ്കിൽ പോലും. ദെൻ അരോമാറ്റിക് മീൻസ് ദേ ഹാവ് പെക്യൂലിയർ പ്രോപ്പർട്ടീസ് ലൈക്ക് അരോമ, സ്റ്റെബിലിറ്റി and difference in the properties. Okay, so that's about the classification alicyclic and aromatic compounds, that is homocyclic. Then we can check heterocyclic compounds. Heterocyclic compounds means the ring not only contain carbon atom but also other elements like oxygen, nitrogen, sulfur, ഇത്തരം elements കൂടി ഉണ്ടായിരിക്കും. For example, consider this compound. ഓക്കെ, ഇവിടെ ഇതെല്ലാം കാർബൺ ആണ് ആൻഡ് കണ്ടെയ്ൻ നൈട്രജൻ ഓൾസോ. ഇതിൻ്റെ പേര് പൈറോൾ എന്നാണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് പൈറോൾ. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ കോമ്പൗണ്ട്. ഇയാളുടെ പേര് പിരിഡിൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ദ റിംഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആറ്റം ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് അനദർ ഹെട്രോ ആറ്റംസ് എന്നാണ് പറയുക. ഓക്സിജൻ, നൈട്രജൻ, സൾഫറിനെയൊക്കെ നമ്മൾ ഹെട്രോ ആറ്റംസ് എന്നാണ് പറയുക. അപ്പോൾ റിങ്ങിൽ കാർബണിനെ കൂടാതെ മറ്റ് ആറ്റംസ് വരുന്നു എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹെറ്ററോ സൈക്ലിക് എന്ന്. സൈക്കിളാണ് ബട്ട് ഇറ്റ് കണ്ടെയ്ൻ ഹെട്രോ ആറ്റംസ് ആൻഡ് ദിസ് ഈസ് ഫ്യൂറാൻ. അങ്ങനെയുള്ളതാണ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട്സ് 2 ഉണ്ട്, ഹോമോസൈക്ലിക്കും ഹെറ്ററോസൈക്ലിക്കും. ഹോമോസൈക്ലിക് 2 ഉണ്ട്, ആലിസൈക്ലിക്കും അരോമാറ്റിക്കും. സോ ജസ്റ്റ് വി ക്യാൻ ക്ലാസിഫൈ ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആസ്, ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എന്തായിരുന്നു? ഓപ്പൺ ചെയിൻ, ചെയിനായി കിടക്കുന്നവർ, നോട്ട് ക്ലോസ്ഡ്. ദെൻ അടുത്തത് റിംഗ്, ക്ലോസ്ഡ് ചെയിൻ അല്ലെങ്കിൽ റിംഗ്.
ഓപ്പൺ ചെയിനിനെ രണ്ട് തരത്തിലുണ്ട്. സ്ട്രെയിറ്റ് ചെയിൻ ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ ആയിരിക്കാം. റിങ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഹോമോസൈക്ലിക് ആവാം, അല്ലെങ്കിൽ ഹെറ്ററോസൈക്ലിക് ആവാം. ദിസ് ഹോമോ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു എന്തായിരുന്നു? ആലിസൈക്ലിക് അല്ലേ? ആലിസൈക്ലിക്. ഇതൊന്ന് മനസ്സിലാക്കൂ. അരോമാറ്റിക് ആലിഫാറ്റിക്കിന് സെയിം ആണ് ആലിസൈക്ലിക് ആൻഡ് അരോമാറ്റിക്. So that is about the classification of organic compounds. Next we can check functional group. Before that we know about hydrocarbons. And the hydrocarbons are the compounds containing only hydrogen and carbon. Okay, hydrocarbons. Carbon hydrogen മാത്രമേ ഉള്ളൂ. And these hydrocarbons again classified into two: saturated hydrocarbons and unsaturated hydrocarbons. Saturated means that contains only single bonds. Unsaturated means that contain double bond and a triple bond. Along with the single bond they contain double and a triple bond. Saturated example ആണ് alkanes. Alkane family, for example നമ്മൾ പറഞ്ഞ methane, CH3CH3, ethane, propane, CH3 CH2 CH3 propane. ഓക്കെ, അൺസാച്ചുറേറ്റഡ് ഡബിൾ ബോണ്ട് ഉള്ളവരെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ദേ ആർ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീൻ ഈനാണ് ഡബിൾ ബോണ്ട് ഉള്ളവർ. സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ദിസ് ഈസ് ഇത്തീൻ. ദെൻ പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ. അങ്ങനെ ഡബിൾ ബോണ്ട് ഉള്ളവരാണ് അൺസാച്ചുറേറ്റഡ് എന്നാണ് പറയുക. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി സിംഗിൾ ബോണ്ട്. അൺസാച്ചുറേറ്റഡ് മീൻസ് ഡബിളോ ട്രിപ്പിളോ ഉണ്ടായിരിക്കും വിത്ത് സിംഗിളിൻ്റെ കൂടെ ഡബിളോ ട്രിപ്പിളോ ഉണ്ടായിരിക്കാം. ആൽക്കൈൻ എക്സാമ്പിളാണ് CH ട്രിപ്പിൾ ബോണ്ട് CH. ഒരു കാര്യം വെച്ചാൽ മതി, കാർബണിൻ്റെ ചുറ്റും എപ്പോഴും 4 വര വേണം. 1 2 3, പിന്നെ ഹൈഡ്രജൻ ആയിട്ടുള്ളത് 4. ഇവിടെ നോക്കൂ, 2 2 4. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ പ്രൊപ്പൈൻ എങ്ങനെ വരാം? CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്രൊപ്പൈൻ. അതാണ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. That can be saturated and unsaturated. Hydrocarbons contains only carbon and hydrogen. കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. They are alkane, alkenes and alkynes. Okay, ഇനി നോക്കൂ, what is this? CH3 ഈത്തൈൻ ആണ് അല്ലേ? ഇതിലുള്ള ഹൈഡ്രജനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഒരു ഹാലജൻ ഗ്രൂപ്പ് വരും. എക്സ് ക്യാൻ ബി ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ ആരെങ്കിലും കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? CH3 CH2 ഒരു എച്ച് മാറ്റി നമ്മളവിടെ ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ക്ലോറോ ഈത്തൈൻ എന്ന് പറയും. ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ ഈത്തൈൻ എന്ന് പറയും. ഇനി നമ്മൾ ഈ എച്ചിനെ മാറ്റിയിട്ട് പകരം അവിടെ OH കൊണ്ടുവരിക വിചാരിച്ചോളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? CH3 CH2OH. ഇത് എത്തനോൾ. ഇവരെ നമ്മൾ ആൽക്കഹോൾ ഫാമിലി എന്നാ പറയുക. ഇത് ഹാലൈഡ്സ് എന്ന് പറയും, ഇത് ആൽക്കഹോൾ എന്ന് പറയും. ദെൻ നമ്മൾ വീണ്ടും ആ എച്ചിനെ മാറ്റിയിട്ട് അവിടെ ഒരു CHO ഇൻട്രൊഡ്യൂസ് ചെയ്യുക വിചാരിച്ചുള്ളൂ. CHO എന്നുള്ളൊരു ഗ്രൂപ്പ്. സോ വി ക്യാൻ ഹാവ് CH3 CH2 CHO പ്രൊപ്പനാൽ, ആൾഡിഹൈഡ് എന്ന് പറയും. ഇനി നോക്കൂ, ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഗ്രൂപ്പിനെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ബട്ട് ദീസ് കോമ്പൗണ്ട്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ്. ഈ എല്ലാ കോമ്പൗണ്ട്സും, ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടി അല്ല ഹാലൈഡിന്, അതിൻ്റെ പ്രോപ്പർട്ടി അല്ല ആൾഡിഹൈഡിന്. സോ ഈ വന്ന ആൾ ദാറ്റ് മേ ബി ആൻ ആറ്റം. ഇവിടെ ഒരു ആറ്റമാണ് വന്നത്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമാണ് വന്നത്. ദാറ്റ് ഡിറ്റർമിൻസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ദാറ്റ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഈസ് ടേംഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഒരാറ്റമാണ്. ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആറ്റം OH ആണ്. ഈ ഒരു കോമ്പൗണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. സോ ദാറ്റ് ഈസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ദെൻ ഹൗ വി ക്യാൻ ഡിഫൈൻ എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് bonded to the carbon skeleton and that determines the property of the organic compound. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്ന ആറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ ആണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം ദാറ്റ് ബോണ്ടഡ് ടു ദി കാർബൺ സ്കെൽട്ടൺ ആൻഡ് ദാറ്റ് ഡിറ്റർമിൻസ് ദ പ്രോപ്പർട്ടി ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി വാട്ട് എവർ ബി ദ ചെയിൻ ലെങ്ത്, എന്തായിക്കോട്ടെ ചെയിൻ, ബ്രാഞ്ച് ഉണ്ടോ എന്തോ ആയിക്കോട്ടെ, ആ ഫങ്ഷണൽ ഗ്രൂപ്പാണ് അതിൻ്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്.
ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നോക്കാം. ആദ്യം ആൽക്കെയിൻ. ആൽക്കെയിൻ എന്നുള്ളതാണ് പാരൻ്റ് എലമെൻറ്റ്സ് അല്ലേ. അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, അവരാണ് പാരൻ്റ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ നെയിമിങ് എഴുതുമ്പോൾ നമ്മൾ എയിൻ എന്നാണ് ചേർക്കേണ്ടത്. എത്ര കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ് എന്നൊക്കെ നെയിമിങ് നോക്കാം നമുക്ക് പിന്നെ. ഓക്കെ, ദെൻ ആൽക്കീൻ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്? ദേ മസ്റ്റ് കണ്ടെയ്ൻ ഡബിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട് ഇങ്ങനെയുള്ളവർ ഇതുണ്ടായിരിക്കും, ഇതാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന് ഈൻ എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ആൽക്കീൻസ്. ദെൻ ദർ ഈസ് അനദർ ഫങ്ഷണൽ ആൽക്കൈൻ ഫാമിലി, അപ്പോൾ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സി ട്രിപ്പിൾ ബോണ്ട് സി ആണ്. ഓക്കെ, സോറി, 2 വരെ ഒറ്റ ഒന്ന്. ഓക്കെ, വൈൻ ആൽക്കൈൻ എന്ന് പറയും. ദെൻ നമ്മളുടെ ഹാലൈഡ്സ് എന്നുള്ളൊരു ഫാമിലി, ഹാലൈഡ്സ് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ഫ്ലൂറിൻ ആവാം, അയഡിൻ ആവാം. ഓക്കെ, അവരെ നമ്മൾ ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് പറയുക, ഹാലോ. ഓക്കെ, ഹാലോ കോമ്പൗണ്ട്സ്. ദെൻ ദർ ഈസ് ആൽക്കഹോൾ ഫാമിലി. ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അപ്പോൾ നമ്മൾ ഓൾ എന്ന് ചേർക്കുക ചെയ്യേണ്ടത്. IUPAC എഴുതുമ്പോൾ മെത്തനോൾ, എത്തനോൾ എന്നാണ് പറയുക. ഇനിയുണ്ട് ആൾഡിഹൈഡ് ഫാമിലി. ആൾഡിഹൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് is CHO. അവിടെ ആളാണെന്നാണ് നമ്മൾ ചേർക്കേണ്ടത്, ആൾഡിഹൈഡിന് ആൾ, ദാറ്റ് ഈസ് പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ. ദെൻ കീറ്റോൺ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സി ഡബിൾ ബോണ്ട് O എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അവരെ നെയിമിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ചേർക്കണം, മെത്തനോൺ വരില്ല, എത്തനോൺ, പ്രൊപ്പനോൺ ആണ് ഫസ്റ്റ് മെമ്പർ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞിട്ട് കീറ്റോൺ വരും. ഓക്കെ, ദെൻ ദർ ഈസ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്സ് ഹാവ് ജനറൽ ഫോർമുല COOH. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിക് ആസിഡ് എന്ന് എഴുതാം, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് ഒക്കെ വരും. ദെൻ ഒരു അമീൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, NH2. അവരെ അമീൻസ് എന്നാണ് പറയുക, നമ്മൾ അമീൻ തന്നെ പറയാം, മെത്തനാമീൻ, പ്രൊപ്പനാമീൻ എന്നൊക്കെ പറയും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ അമൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, CONH2 ആണ് അമൈഡ്, അതിനെ അമൈഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കും. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. സോ ഡിഫറെൻ്റ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവരുടെ എല്ലാം പ്രോപ്പർട്ടീസ് വ്യത്യാസമാണ്.